ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാനും നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാനും ആരാണ് ആഗ്രഹിക്കാത്തത്? അതുപോലെ തന്നെ പണം നേടാനും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം വില ഉണ്ടാകാനും ആരാണ് ആഗ്രഹിക്കാത്തത്? ഇതെല്ലാം നേടിയെടുക്കാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 5 റൂൾസ് പറഞ്ഞു തരാം. പക്ഷേ എനിക്കറിയാം, ഇന്ന് ഈ വീഡിയോ കാണുന്ന 100 പേരിൽ ഒരു 50 പേരെങ്കിലും മാത്രമേ ഈ റൂൾസ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയുള്ളൂ. ഈ 50 പേരിൽ തന്നെ 30 പേരും ഈ റൂൾസ് ഫോളോ ചെയ്യണം എന്ന് തീരുമാനിക്കുമെങ്കിലും മറന്നുപോകും. പിന്നെയുള്ള 20 പേർ 1-2 ദിവസത്തേക്ക് ഉഷാറായി ഇതെല്ലാം ഫോളോ ചെയ്യുമെങ്കിലും പതിയെ സ്റ്റോപ്പ് ചെയ്യും. അവസാനം ഇതിൽ 1-2 ആളുകൾ മാത്രമേ ഇതെല്ലാം ശരിയായ രീതിയിൽ ഫോളോ ചെയ്ത് വിജയം കൈവരിക്കുകയുള്ളൂ. നിങ്ങൾ ഇതിലേത് കാറ്റഗറിയിലാകും വരുന്നതെന്ന് ഇപ്പോഴേ ഒന്ന് തീരുമാനിച്ചുറപ്പിക്കുക. ഞാൻ പറയാൻ പോകുന്ന ഈ 5 റൂളുകളും ജീവിതമാകുന്ന പരീക്ഷയിൽ വലിയ വിജയം കൈവരിച്ച വ്യക്തികൾ ഫോളോ ചെയ്തു പോയതാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സാധിച്ചത്. ഇത് പിന്തുടരുന്നതിലൂടെ ഒരു ദിവസം കൊണ്ട് മാറ്റമുണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. പക്ഷേ ഈ റൂൾസ് എല്ലാ ദിവസവും ഫോളോ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അത്ഭുതകരമായിരിക്കും. ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായി വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന 5 നിയമങ്ങളിൽ രണ്ടാമത്തേത് ലോകത്തിലെ പ്രശസ്ത ബിസിനസ്സുകാരനും ധനികനുമായ ഇലോൺ മസ്ക് വരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 5 നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ മടുപ്പൊന്നും തോന്നാതെ ഇഷ്ടത്തോടെ അത് ചെയ്യുവാൻ സാധിക്കും. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫീൽഡ് എന്താണോ അതിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുത്തു. അയാൾക്കതിൽ ശമ്പളം വിചാരിച്ചയത്രം ലഭിച്ചില്ലെങ്കിലും ആ ജോലിയിൽ അയാൾക്ക് സന്തോഷവും സമാധാനവും കിട്ടും. ഏത് ഫീൽഡായാലും പെട്ടെന്ന് സക്സസ്ഫുൾ ആകാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മടിയും അലസതയും ഒക്കെ തോന്നുന്നതായിരിക്കും. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള മേഖല തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 ജോലികൾ ഒരു പേപ്പറിൽ എഴുതുക. ആ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നതും സംതൃപ്തി നൽകുന്നതുമായ 3 ജോലികൾ തിരഞ്ഞെടുക്കുക. അടുത്തതായി ആ 3-ൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഒരു ജോലിയും തിരഞ്ഞെടുക്കുക. ഇനി വേണ്ടത് ആ തിരഞ്ഞെടുത്ത ജോലിയിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകുക എന്നതാണ്. റൂൾ നമ്പർ 2, ഓരോ ദിവസവും സ്വയം നന്നാകാൻ ശ്രമിക്കുക. കഴിഞ്ഞ സ്റ്റെപ്പിൽ നമുക്കിഷ്ടമുള്ള ഒരു ഫീൽഡ് നമ്മൾ കണ്ടെത്തി അതുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ഇനി ചെയ്യേണ്ടത് ആ ഫീൽഡിൽ സ്വയം നിങ്ങൾ ഇംപ്രൂവായി പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഫീൽഡിലുള്ള നമ്മുടെ എതിരാളികളുടെ നേരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ തിരഞ്ഞെടുത്ത ഫീൽഡിൽ മുന്നോട്ടു പോകാനും ഒന്നാമതെത്താനും നിങ്ങൾ സ്വയം ഇംപ്രൂവ് ആകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ റോൾ തന്നെയാണ് ഇലോൺ മസ്ക് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നിനും കുറവില്ല. ജീവിതത്തിൽ അദ്ദേഹം വളരെ വലിയ വിജയം കൈവരിച്ച വ്യക്തിയും കൂടിയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നു. ഒരു സാധാരണ വ്യക്തി 10 മുതൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം 16 മുതൽ 17 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. റൂൾ നമ്പർ 3, പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിലോ എന്താണെങ്കിലും പോസിറ്റീവായി ഇരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുമൂലം അവർ ഡീമോട്ടിവേറ്റായി മാറുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. സുഹൃത്തെ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്ത ജോലിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നുറപ്പാണ്. നിങ്ങൾ ജീവിതത്തിൽ എത്ര താഴ്ന്നു പോയാലും നിങ്ങൾ തളരരുത്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് മറന്ന് നമ്മൾ പോസിറ്റീവായ ചിന്തയിലൂടെ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക തന്നെ വേണം. റൂൾ നമ്പർ 4, സ്ഥിരത കൈവരിക്കുക. പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സ്ഥിരതയില്ലായ്മയാണ്. അതായത് വളരെ ആവേശത്തോടെ ഏതെങ്കിലും കാര്യം ചെയ്യാൻ ആരംഭിക്കും.
പക്ഷേ പതിയെ ആ ആവേശം നഷ്ടമാകുകയും ചെയ്യാൻ ആരംഭിച്ച ജോലി പൂർത്തിയാകാതെ വരികയും ചെയ്യും. ഒരു ഫ്ലോ നഷ്ടമായാൽ ആ ജോലി തുടർന്നു പോകാനുള്ള ഉത്സാഹവും നമുക്ക് നഷ്ടമാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ, നമ്മൾ ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് സാവധാനമാണ് ചെയ്യുന്നതെങ്കിലും കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ജോലിയിൽ ഒരു ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളൊരു ഫ്ലോ ഉണ്ടാക്കിയെടുത്ത് ജോലി ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുറപ്പാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തുടർന്നു പോരും. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി ജോലി ചെയ്യാൻ ശ്രമിക്കുക. റൂൾ നമ്പർ 5, ഒരിക്കലും തോൽവി സമ്മതിക്കാതിരിക്കുക. ഈ അവസാനമായി പറയാൻ പോകുന്ന റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് പോസിറ്റീവായ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത കാര്യം ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ എന്നെ കൊണ്ടിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ ജോലി ഉപേക്ഷിക്കുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ? 99% ആളുകളും ഇങ്ങനെയായിരിക്കും. പക്ഷേ അത് അവർ ചെയ്യുന്ന തെറ്റായ കാര്യമാണ്. ഈ പറഞ്ഞ 99% ആളുകളും തന്റെ ജോലിയിൽ നിന്ന് പിന്മാറുമ്പോൾ ബാക്കിയുള്ള ആ 1% ആളുകൾ അവരുടെ ജോലി തുടർച്ചയായി ചെയ്യുകയായിരിക്കും. അവരായിരിക്കും ജീവിതത്തിൽ കൂടുതൽ വിജയം കൈവരിക്കുന്നത്. 99% ആളുകളും അവരുടെ ഫീൽഡിൽ ജോലി ചെയ്ത് വിജയം കിട്ടിയില്ലെങ്കിൽ അവരാ ജോലി ഉപേക്ഷിച്ച് വേറൊരു ഫീൽഡിൽ ജോലിക്ക് കയറും. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലൊരു നിയന്ത്രണം ഉണ്ടാകില്ല. നിങ്ങൾ ഏത് ഫീൽഡിൽ ചെന്നാലും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെന്നില്ല. ഒരു ഫീൽഡിൽ തന്നെ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷൻ വന്നാലും ഒരിക്കലും നിങ്ങൾ തോൽവി സമ്മതിക്കരുത്. ഇതുവരെ ഞാൻ പറഞ്ഞ ഈ 5 റൂളുകൾ നിങ്ങളെ നല്ലൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.